ഈ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പകൽ സമയം വലിയവനായിരിക്കുന്ന ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം. മാത്രമല്ല, ഇന്ന് ആരാധനയുള്ള ബന്ധത്തിൽ സങ്കീർത്തനം 40-ാം അധ്യായം നമ്മൾ വായിക്കുകയും അതിൽ നിന്നും ചില ആത്മീയ സത്യങ്ങൾ ആരാധനയുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിപ്പാനും ദൈവം അവിടുന്ന് സഹായിച്ചു. അതോടുള്ള ബന്ധത്തിൽ 40-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഭേദഭാഗം വായിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം: എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇത് 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധത്തിലും ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം? നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു പ്രവചന ഉദ്ധരണി നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നത് ആ ദൈവ ഇഷ്ടം എന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. പഴയ നിയമകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന യാഗങ്ങളല്ല പ്രത്യുത വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം മറിച്ച് തൻ്റെ പുത്രൻ്റെ യാഗം ആയിരുന്നു. ആ പുത്രൻ്റെ യാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ട് നാം ഇന്ന് ഈ സ്ഥാനത്ത് ആയിരിക്കുന്നു. ഈ യാഗത്തിനായിട്ട് നമുക്ക് യെശയ്യാപ്രവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇത് പിതാവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു, എപ്രകാരമുള്ള ഒരു യാഗമായിരുന്നു പിതാവ് തൻ്റെ പുത്രനിൽ നിന്നും ആഗ്രഹിച്ചത്, അത് യെശയ്യാപ്രവചനത്തിൽ നാം കാണുന്നുണ്ട്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാം വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്ധ്യതയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേ സങ്കീർത്തനത്തിലും എബ്രായ ലേഖനത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കടന്നു വരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. എന്നാൽ ആ കർത്താവിൻ്റെ ഇഷ്ടം എപ്രകാരമാണ് പുത്രൻ പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നുള്ളത് യെശയ്യാ പ്രവചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ ഇഷ്ടം ഇപ്രകാരമായിരുന്നു: അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തകർത്ത് കളയുക, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പിതാവ് തൻ്റെ ഓമനകുമാരനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം തനിക്ക് ഇഷ്ടം തോന്നി. എന്തിനായിരുന്നു ആ ഇഷ്ടം? നമ്മെ ഓരോരുത്തരെയും അധികമായി സ്നേഹിച്ചു. നമുക്ക് ദൈവ മക്കളായി തീരത്തക്കവണ്ണം, നമ്മെ പാപമഗ്നമായ ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തൻ്റെ പുത്രനേക്കാൾ അധികമായി പുത്രനെ തകർത്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകുമായിരുന്നുള്ളൂ. അതിനാൽ തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞുകൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു. അതിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി, ഉയരം എന്നിവ വർണ്ണിപ്പാൻ തക്കവണ്ണം നമ്മുടെ നാവുകളാൽ അസാധ്യമാണ്.
ഒരു ഡിക്ഷണറിക്കും സാധ്യമല്ല ആ സ്നേഹത്തെ വർണ്ണിച്ച് ഒതുക്കുവാൻ തക്കവണ്ണം. നമുക്ക് ഈ സ്ഥാനത്ത് ഈ സമയത്ത് ഇരുന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആ വലിയവനായിരിക്കും ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് യഹോവ അവനെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് കയ്യപ്പാവിൻ്റെയോ പീലാത്തോസിൻ്റെയോ ഹെരോദാവിൻ്റെയോ അല്ലെങ്കിൽ റോമ പൗരന്മാരുടെയോ ഒന്നും യഹൂദന്മാരുടെയോ ഒന്നും അവർ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന വേണ്ടതായിരിക്കുന്ന പീഡകളോ അവർ കൊടുത്തതായിരിക്കുന്ന വേറെ ഏതെങ്കിലും ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളോ അല്ല. പിന്നെയോ കർത്താവ് വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം അവനെ തകർത്തുകള എന്ന് പറഞ്ഞപ്പോൾ ഒരു 3 മണിക്കൂറത്തെ അന്ധകാരം നാം കാണുന്നുണ്ട്. വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ അർത്ഥാത് പിതാവിൻ്റെ കോപാഗ്നി ആ പുത്രൻ്റെ മേൽ ചൊരിഞ്ഞതായിരിക്കുന്ന രംഗമായിരുന്നു ആ രംഗം. മനുഷ്യ കണ്ണുകളുകൊണ്ട് കാണുവാൻ പാടില്ലാത്തതായിരിക്കുന്ന ആ രംഗം. അതേ ലോകം മുഴുവനും അന്ധകാരം വ്യാപിപ്പിച്ചു. എൻ്റെ മകൻ്റെ മേൽ ഞാൻ എൻ്റെ ക്രോപാഗ്നി ഒഴിക്കുമ്പോൾ മനുഷ്യജാതികൾക്ക് മാനവജാതികൾക്ക് കാണുവാൻ കഴിയുകയില്ല. അതിനാൽ മുഴുവനും അന്ധകാരം വ്യാപിപ്പിച്ചു. അതായിരുന്നു തന്നെ തകർത്ത് കളഞ്ഞതായിരിക്കുന്ന രംഗം, തന്നെ പൊടിയാക്കി മാറ്റിയതായിരിക്കുന്ന രംഗം അതായിരുന്നു. അതെ, തൻ്റെ ഹൃദയവേദന വന്നത് അവിടെയായിരുന്നു. മറ്റുള്ളവരുടെ ശരീരത്തെ ഹനിക്കുവാൻ തക്കണം കഴിഞ്ഞു. എന്നാൽ പിതാവ് തൻ്റെ മകൻ്റെ ഹൃദയത്തിന് വേദന വരുത്തത്തക്കവണ്ണം ആ വിഷയം അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് താൻ അത് ചെയ്തു തീർത്തു. അതെ, പുത്രനെ കൈവിട്ടു. എന്നാൽ കർത്താവ് പറയുന്നത്, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അവൻ ഈ ലോകത്തിലേക്ക് 2000 വർഷങ്ങൾക്ക് വന്നു. നമുക്ക് വേണ്ടി അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. ഇന്ന് നമുക്ക് സങ്കീർത്തനക്കാരനോടൊപ്പം തന്നെ നമുക്കവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ചിന്തയാൽ നമ്മെ ഭരിക്കട്ടെ. ഈ ഒരു ചിന്ത, അതായത് നാം ഒന്നുമില്ലാത്തതായിരിക്കുന്ന സ്ഥാനത്ത്, നാം ഏതുമില്ലാത്തതായിരിക്കുന്ന സ്ഥാനത്ത്, നാം അന്യജാതിക്കാരായിട്ടിരിക്കുമ്പോൾ ദൈവത്തിന് വിപരീതമായിട്ട് ഇവനെ കുരിശിക്കുക, ബർബാസിനെ മതി എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ തലമുറയെ സ്നേഹിക്കുവാൻ, ആ തലമുറയോട് കരുണ കാണിക്കുവാൻ, ആ തലമുറയുടെ മേൽ ദയ കാണിക്കുവാൻ തക്കണം അവിടത്തേക്ക് പ്രസാദം തോന്നി. എങ്ങനെ? തൻ്റെ ഓമനക്കുമാരനെ കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിച്ചുകൊണ്ട്. നാം ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.